ചീറിപ്പായുന്ന ഒരു തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടകൾ വാഗൊണ്ട് കടിച്ചു പിടിച്ച് കാണികളെ ത്രസിപ്പിച്ച ഒരു മായാജാലക്കാരൻ ഉണ്ടായിരുന്നു. അതും നമ്മുടെ കേരളത്തിൽ. മാജിക് ഇത്ര കണ്ട് വികസിക്കാത്ത 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വലിയ യന്ത്രങ്ങളോ സെറ്റുകളോ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശ വിന്യാസങ്ങളോ വലിയ യന്ത്ര സാമഗ്രികളോ ഇല്ലാതെ വെറും കൈവേഗത കൊണ്ട് വിസ്മയം തീർത്ത കേരളത്തിലെ മാന്ത്രികരുടെ എല്ലാം ഗുരുനാഥനായി പരിഗണിക്കപ്പെടുന്ന മാന്ത്രികരുടെ മാന്ത്രികൻ എന്ന് വിശേഷണമുള്ള വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മന്ത്രവാദവും അന്ധവിശ്വാസവും ഇഴചേർന്ന് കിടന്നിരുന്ന മാന്ത്രിക വിദ്യയെ കലയായും ശാസ്ത്രമായും പരിഷ്കരിച്ച് ജനകീയമാക്കിയ മാന്ത്രികരുടെ ഗുരുനാഥനാണ് അദ്ദേഹം. നാടൻ വിദ്യയായിരുന്ന ചെപ്പും പന്തും വിദേശ രാജ്യങ്ങളിലെ സ്റ്റേജ് മാജിക്കുകളോട് കിടപിടിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്ത വാഴക്കുന്നം തന്റെ വിരൽത്തുമ്പിലെ വേഗത കൊണ്ട് കാണികളുടെ കണ്ണുകളെയും മനസ്സുകളെയും ഒരുപോലെ കീഴടക്കി. ആധുനിക കേരളത്തിലെ മാന്ത്രികർക്കെല്ലാം വഴികാട്ടിയായ ആ വിസ്മയ പ്രതിഭയുടെ ജീവിതത്തിലേക്കും അദ്ദേഹം തുന്നിച്ചേർത്ത മാന്ത്രിക ലോകത്തേക്കുമുള്ള ഒരു യാത്രയാണിത്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഷപ്പകർച്ചയോ രംഗാവതരണത്തിന്റെ പകിട്ടോ ഇല്ലാതെ ആസ്വാദക വൃന്ദത്തെ വിസ്മയിപ്പിച്ച കേരളത്തിലെ മായാജാല കലയുടെ പിതാമഹനായിരുന്നു പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരി. 1903 ഫെബ്രുവരി 8 ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറയിൽ വാഴക്കുന്നത്തില്ലത്ത് രാമൻ അടിതിരിപ്പാടിന്റെയും ആര്യ പത്തനാടിയുടെയും മകനായി ജനനം. ഭാഗവത പണ്ഡിതനായിരുന്ന വാഴക്കുന്നം വാസുദേവൻ നമ്പൂതിരിയുടെ അനുജനായിരുന്നു അദ്ദേഹം. ഓത്ത് അഭ്യാസത്തിന് ശേഷം ഇംഗ്ലീഷും സംസ്കൃതവും മാതംഗലീലയും സ്വായത്തമാക്കി. ആനകളെ കുറിച്ചുള്ള ആധികാരികമായ ഒരു പുരാതന ശാസ്ത്ര ഗ്രന്ഥമാണ് ഈ മാതംഗലീല. ചെപ്പടി വിദ്യക്കാരനായ പള്ളിത്തേരി നമ്പ്യാത്തൻ നമ്പൂതിരിയുടെ ശിഷ്യത്വത്തിലാണ് അദ്ദേഹം മാജിക്കിന്റെ ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. ചെപ്പും പന്തും വിദ്യയിൽ ആചാര്യനായ ഇദ്ദേഹം ക്രമേണ കയ്യൊതുക്കത്തിലും പ്രാവീണ്യം നേടി. വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ മാന്ത്രിക ജീവിതത്തിലെ ഏറ്റവും സാഹസികമായ അധ്യായമായിരുന്നു പ്രൊഫസർ ബേക്കറിൽ നിന്ന് അദ്ദേഹം അഭ്യസിച്ച ബുള്ളറ്റ് വിദ്യ. തോക്കിൽ നിന്ന് ചീറിപ്പായുന്ന വെടിയുണ്ട കൈകൊണ്ടോ പല്ലുകൊണ്ടോ പിടിച്ചെടുക്കുന്ന ഈ വിദ്യ ലോകമെമ്പാടുമുള്ള മാന്ത്രികർക്കിടയിൽ ഏറ്റവും അപകടം പിടിച്ച ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പ്രകടനത്തിനായി കാണികളിൽ നിന്ന് ഒരാളെ സ്റ്റേജിലേക്ക് വിളിച്ച് വെടിയുണ്ട പരിശോധിക്കാനും അതിൽ തിരിച്ചറിയാനായി ഒരു അടയാളം ഇടാനും അദ്ദേഹം ആവശ്യപ്പെടും. തുടർന്ന് സഹായിയോ കാണികളിൽ ഒരാളോ തോക്കുപയോഗിച്ച് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുന്നു. വെടിയൊച്ച മുഴങ്ങുന്ന നിമിഷം അത്ഭുതകരമെന്നോണം അദ്ദേഹം ആ വെടിയുണ്ട തന്റെ വിരലുകൾക്കിടയിലോ വായ്ക്കുള്ളിലോ കാണികൾക്ക് കാണിച്ചു കൊടുക്കും. കാണി നേരത്തെ അടയാളപ്പെടുത്തിയ അതേ വെടിയുണ്ട തന്നെയാണിതെന്ന് ബോധ്യപ്പെടുത്തുന്നതോടെ സദസ്സ് അമ്പരപ്പിലാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രീയ തന്ത്രവും കൈവേഗതയും ഒളിഞ്ഞിരിപ്പുണ്ട്. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നില്ലെന്നും നേരത്തെ അടയാളപ്പെടുത്തിയ ഉണ്ട തന്ത്രപൂർവ്വം തന്റെ കയ്യിലോ വായിലോ ഒളിപ്പിച്ചു വെച്ച് കൃത്യസമയത്ത് പുറത്തെടുക്കുകയുമാണ് മാന്ത്രികൻ ചെയ്യുന്നത്. പ്രൊഫസർ ബേക്കർ എന്ന മാന്ത്രികനിൽ നിന്ന് ഇതിന്റെ സൂക്ഷ്മമായ വശങ്ങൾ പഠിച്ച വാഴക്കുന്നം തന്റെ അസാമാന്യമായ മനസാന്നിധ്യം കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചിരുന്നത്. ഇതുപോലെ അദ്ദേഹം ഫലപ്രദമായി കേരളത്തിലെ അരങ്ങുകളിൽ പ്രദർശിപ്പിച്ചിരുന്ന മറ്റൊരു വിദ്യയായിരുന്നു ഗില്ലറ്റിൻ വിദ്യ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് കുറ്റവാളികളുടെ തലയറുക്കാൻ ഉപയോഗിച്ചിരുന്ന ഭീകരയന്ത്രമാണ് ഗില്ലറ്റ്. ഇതിന്റെ ഒരു മാന്ത്രിക പതിപ്പാണ് അദ്ദേഹം സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നത്. മാന്ത്രികൻ സദസ്സിൽ നിന്ന് ഒരാളെ ക്ഷണിക്കുകയും ആ വ്യക്തിയുടെ തല ഗില്ലറ്റിന്റെ ദ്വാരത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൂർച്ചയേറിയ വലിയ കത്തി പെട്ടെന്ന് താഴേക്ക് പതിക്കുമ്പോൾ കാണികൾ ഭീതിയോടെ നോക്കി നിൽക്കും. എന്നാൽ ആ കത്തി ആ വ്യക്തിയുടെ കഴുത്തിലൂടെ കടന്നുപോയി താഴെ എത്തുമ്പോഴും അദ്ദേഹത്തിന് യാതൊരു പരിക്കുമേൽക്കില്ല. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഒരു മെക്കാനിക്കൽ തന്ത്രമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കത്തി കഴുത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ രണ്ടായി പിളരുകയോ അല്ലെങ്കിൽ കത്തിയല്ല മറിച്ച് അതിന്റെ നിഴലോ മറ്റൊരു ഭാഗമോ ആണ് താഴേക്ക് വീഴുന്നത് എന്ന് തോന്നിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാണികളെ അത്ഭുതത്തിന്റെ പരകോടിയിലെത്തിക്കുന്ന വാഴക്കുന്നത്തിന്റെ മറ്റൊരു വിദ്യയായിരുന്നു കുരിശു വിദ്യ. കാണികളെ മാനസികമായി വളരെയധികം സ്വാധീനിച്ചിരുന്ന ഒരു വിദ്യയാണിത്. മാന്ത്രികനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സഹായിയെയോ ഒരു വലിയ മരക്കുരിശിൽ കിടത്തുന്നു. തുടർന്ന് കാണികൾക്ക് മുൻപിൽ വെച്ച് തന്നെ വലിയ ആണി ഉപയോഗിച്ച് കൈകളിലും കാലുകളിലും തറയ്ക്കുന്നതായി കാണിക്കും. ആണി തറയ്ക്കുന്ന ശബ്ദവും രക്തം വാർന്നു വരുന്നത് പോലെയുള്ള കാഴ്ചകളും കാണികളെ വിറപ്പിക്കും. കുറച്ചു സമയത്തിനു ശേഷം മാന്ത്രികൻ യാതൊരു പരിക്കുമില്ലാതെ കുരിശിൽ നിന്ന് മോചിതനായി എഴുന്നേറ്റ് വരുന്നു. ഈ വിദ്യയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ആണികളും രക്തത്തിന് പകരമായി ഉപയോഗിക്കുന്ന നിറക്കൂട്ടുകളും കാണികളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശാരീരിക ചലനങ്ങളുമാണ് ഇതിന്റെ രഹസ്യം. ഇത്തരത്തിലുള്ള ഭയമുണ്ടാക്കുന്ന വിദ്യകൾ അദ്ദേഹം പിൽക്കാലത്ത് ഉപേക്ഷിച്ചു.
മാജിക് എന്നത് ഒരാളെ പേടിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് കൗതുകവും ആനന്ദവും നൽകാനുള്ള ഒരു കലയാണെന്ന തിരിച്ചറിവാണ് വാഴക്കുന്നത്തെ ചെപ്പും പന്തും പോലെയുള്ള ക്ലാസിക് വിദ്യകളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. 1940-കൾക്ക് ശേഷമാണ് അദ്ദേഹം അരങ്ങുകളിൽ ജാലവിദ്യ അവതരിപ്പിച്ചു തുടങ്ങിയത്. അതുവരെയും സന്ദർശിക്കുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുക മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായിയായി പരിയാനം പെറ്റ ഇല്ലത്ത് കുഞ്ചുണ്ണി നമ്പൂതിരിപ്പാടും ഉണ്ടായിരുന്നു. പരിയാനം പെറ്റയെ കൂടാതെ മഞ്ചേരി അലിഖാൻ, RK മലയത്ത്, ജോയ് ഒലിവർ തുടങ്ങിയവരും വാഴക്കുന്നത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. കോട്ടക്കൽ കോവിലകത്തെ KC അനുജത്തി തമ്പുരാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ഒരിക്കൽ എറണാകുളത്തേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീവണ്ടി നീങ്ങി തുടങ്ങിയതിനാൽ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ടിക്കറ്റ് പരിശോധകൻ ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെന്ന് പറയുകയും മറ്റു യാത്രക്കാരോട് ടിക്കറ്റ് വാങ്ങി വരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തന്റെ ജാലവിദ്യ വഴി മറ്റെല്ലാ യാത്രക്കാരുടെയും ടിക്കറ്റുകൾ അദ്ദേഹം കൈവശപ്പെടുത്തിയിരുന്നു. അന്താളിച്ചു നിന്ന യാത്രക്കാർക്കും ടിക്കറ്റ് പരിശോധകനും ഒരു കെട്ട് ടിക്കറ്റുകൾ അദ്ദേഹം കാണിച്ചു എന്നാണ് ഒരു കഥ. അതിശയം നിറഞ്ഞ മറ്റൊരു ചരിത്ര കഥ കൂടിയുണ്ട്. അതും ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ഇദ്ദേഹവും ഭാര്യയും കൂടി പള്ളിപ്പുറം എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തി. തുടർന്ന് പാലക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്തു. ഇനി ഏത് വണ്ടിക്കാണ് പോകാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അല്പം പരിഹാസ രൂപത്തിൽ, ഇനി വരുന്നത് മംഗലാപുരം മദ്രാസ് മെയിലാണ്, അതിനെ ഇവിടെ നിർത്താൻ സാധിച്ചാൽ താങ്കൾക്ക് അത് കയറി പോകാം എന്ന് പറഞ്ഞു. ആ വണ്ടിക്ക് ചെറിയ സ്റ്റേഷനായ പള്ളിപ്പുറത്ത് സ്റ്റോപ്പില്ല. അന്ന് ഈ ലൈനിൽ നീൽസ് ബോൾ ടോക്കൺ സംവിധാനം ഉപയോഗിച്ചാണ് തീവണ്ടികൾ ഓടിക്കൊണ്ടിരുന്നത്. ഓരോ സ്റ്റേഷനിലും ടെന്നീസ് റാക്കറ്റ് പോലെയുള്ള ഒരു ചൂരൽ വളയത്തിൽ ഒരു ഇരുമ്പ് പന്ത് ചുറ്റിക്കെട്ടി ഡ്രൈവർക്ക് കൊടുക്കണം. ആ പന്ത് ഇല്ല എങ്കിൽ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുക്കില്ല. മംഗലാപുരം മദ്രാസ് മെയിലിന് സ്റ്റേഷൻ മാസ്റ്റർ ലൈൻ ക്ലിയറൻസ് കൊടുത്ത് പന്ത് യന്ത്രത്തിൽ നിന്നെടുത്തു. പക്ഷെ പെട്ടെന്ന് അത് കാണാതെയായി. ചൂരൽ വളയത്തിൽ വെച്ച് അത് ഡ്രൈവർക്ക് കൊടുത്തില്ല എങ്കിൽ ഡ്രൈവർ വണ്ടി നിർത്തും. വാഴക്കുന്ന നമ്പൂതിരിയെ അറിയാമായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് കാര്യം മനസ്സിലായി. കൈവേഗം കൊണ്ട് പന്ത് നമ്പൂതിരി എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായി മെയിൽ വണ്ടി വൈകിയാൽ സ്റ്റേഷൻ മാസ്റ്റർ കാരണം ബോധിപ്പിക്കേണ്ടി വരും. ടോക്കൺ കാണാതായി എന്നതൊന്നും ഒരു ന്യായമല്ല. ഒടുവിൽ ഇരുവരും രമ്യതയിലെത്തുകയും നമ്പൂതിരി ആ പന്ത് അവിടെ അടുത്തുള്ള മണൽ നിറച്ച ബക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്തു. വാഴക്കുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ വിദ്യകൾ വെറും മാന്ത്രിക പ്രകടനങ്ങൾ എന്നതിലുപരി ഒരുതരം കൈത്തഴക്കമായിരുന്നു. വില കൂടിയ ഉപകരണങ്ങളോ സെറ്റുകളോ ഇല്ലാതെ കാണികളുടെ തൊട്ടു മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്ന ചില വിദ്യകൾ ഇന്നും അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട വിദ്യകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ചെപ്പും പന്തും വാഴക്കുന്നത്തെ ലോകപ്രശസ്തനാക്കിയ വിദ്യയാണിത്. കേരളത്തിലെ നാടൻ പാണന്മാർ ചെയ്തിരുന്ന ഈ വിദ്യയെ അദ്ദേഹം പരിഷ്കരിച്ച് ലോക നിലവാരത്തിലേക്ക് ഉയർത്തി. 3 ചെറിയ മരക്കപ്പുകളും ഏതാനും ചെറിയ പന്തുകളുമാണ് ഇതിനുപയോഗിക്കുന്നത്. കാണികൾ നോക്കി നിൽക്കെ ഒരു ചെപ്പിനടിയിലുള്ള പന്ത് അപ്രത്യക്ഷമാവുകയും മറ്റൊരു ചെപ്പിനടിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഒടുവിൽ ചെപ്പുകൾ ഉയർത്തുമ്പോൾ അതിനടിയിൽ നിന്ന് വലിയ നാരങ്ങയോ മുട്ടയോ ഒക്കെ വരുന്നത് കാണികളെ അമ്പരപ്പിച്ചിരുന്നു. വാഴക്കുന്നത്തിന്റെ ലളിതമായ മറ്റൊരു വിദ്യയായിരുന്നു നാരങ്ങ മുറിക്കൽ. വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒന്നായിരുന്നു ഇത്. കാണികളിൽ നിന്ന് ഒരാളുടെ കയ്യിലുള്ള മോതിരമോ നാണയമോ വാങ്ങി മാന്ത്രികൻ അപ്രത്യക്ഷനാകുന്നു. ശേഷം സദസ്സിലിരിക്കുന്ന ഒരാളുടെ കയ്യിലുള്ള നാരങ്ങ വാങ്ങി അത് മുറിക്കുമ്പോൾ നേരത്തെ കാണികളിൽ നിന്ന് വാങ്ങിയ അതേ മോതിരം ആ നാരങ്ങയ്ക്കുള്ളിൽ കാണപ്പെടുന്നു. അടുത്ത വിദ്യയാണ് ശൂന്യതയിൽ നിന്നുള്ള പണം. കൈകൾ ശൂന്യമാണെന്ന് കാണികളെ ബോധ്യപ്പെടുത്തിയ ശേഷം വായുവിൽ നിന്ന് നാണയങ്ങൾ പിടിച്ചെടുക്കുന്ന വിദ്യയിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. കൈപ്പത്തുകൾ മലർത്തിയും കമിഴ്ത്തിയും കാണിച്ച് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. പെട്ടെന്ന് വിരലുകൾക്കിടയിൽ സ്വർണ്ണ നാണയങ്ങളോ വെള്ളിക്കാശുകളോ പ്രത്യക്ഷപ്പെടും. അദ്ദേഹം നടക്കുമ്പോൾ വായുവിൽ നിന്ന് കാശുകൾ പറിച്ചെടുക്കുന്നത് കാണാൻ തന്നെ വലിയ രസമായിരുന്നു. വാഴക്കുന്നത്തിന്റെ മറ്റൊരിനമായിരുന്നു കടലാസ് മുറിച്ചൊട്ടിക്കൽ രീതി. ഒരു നീളമുള്ള കടലാസ് കഷ്ണം എടുത്ത് കാണികൾക്ക് മുൻപിൽ വെച്ച് പല കഷ്ണങ്ങളായി മുറിക്കുന്നു. മുറിഞ്ഞ കഷ്ണങ്ങളെല്ലാം കൂടി കൈവെള്ളയിൽ ചുരുട്ടിപ്പിടിച്ച് ഒന്ന് ഊതി നിവർത്തുമ്പോൾ ആ കടലാസ് പഴയതുപോലെ ഒട്ടുപോലും കേടില്ലാതെ ഒറ്റ കഷ്ണമായി മാറുന്നു. ഇതുപോലെ ചീട്ടുകൾ കൊണ്ടുള്ള ജാലവിദ്യകളിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. ചീട്ടുകൾ ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ വിദ്യകൾ മാന്ത്രികർക്കിടയിൽ ഇന്നും ഒരു പാഠപുസ്തകമാണ്. കാണികൾ തിരഞ്ഞെടുക്കുന്ന ചീട്ട് ഏതാണെന്ന് കൃത്യമായി പറയുന്നതും അടുക്കി വെച്ച ചീട്ടുകൾക്കിടയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചീട്ട് പെട്ടെന്ന് പുറത്തെടുക്കുന്നതും അദ്ദേഹത്തിന്റെ കൈവേഗതയുടെ തെളിവായിരുന്നു. വാഴക്കുന്നത്തിന്റെ വിദ്യകൾ കാണുമ്പോൾ അത്ഭുതത്തോടൊപ്പം ഒരു തമാശയും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കാണികളോട് സംസാരിച്ചും അവരെ ചിരിപ്പിച്ചും അവരുടെ ശ്രദ്ധ തിരിച്ചുമാണ് അദ്ദേഹം ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാന്ത്രികരുടെ മാന്ത്രികൻ എന്ന് വിളിക്കുന്നത്. 1983 ഫെബ്രുവരി 1 അദ്ദേഹം അന്തരിച്ചു.
അദ്ദേഹത്തിന്റെ 1-ാം ചരമവാർഷികത്തിന് ശിഷ്യരുടെയും ആരാധകരുടെയും നേതൃത്വത്തിൽ ജന്മനാടായ തിരുവേഗപ്പുറയിൽ കേരളത്തിലെ ആദ്യ മാജിക് മത്സരം നടന്നു. ഇത് കേരളത്തിലെ മജീഷ്യന്മാർ ഏറ്റെടുത്തു. സ്മാരകങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാട്ടിൽ മലയാളിയുടെ മാജിക് മുത്തച്ഛനുള്ള ഏക സ്മാരകമായി 42-ാം ചരമവാർഷികത്തിലും മാജിക് കൺവെൻഷനും യുഗാമി എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മാജിക് മത്സരവും നടത്തിവരുന്നു. മാന്ത്രിക വിദ്യയെ ഭയത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു സമൂഹത്തെ അത്ഭുതത്തോടെ നോക്കാൻ പഠിപ്പിച്ചത് വാഴക്കുന്നമായിരുന്നു. അമാനുഷിക ശക്തികളില്ലാതെ തന്നെ വിസ്മയങ്ങൾ തീർക്കാമെന്ന് തെളിയിച്ച ആ യുഗപ്രഭാവൻ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരിക്കലും മങ്ങാത്ത മാന്ത്രിക മുദ്ര തന്നെയാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.